പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു. തിരുവനന്തപുരത്തെയും കണ്ണൂർ പിണറായിയിലെ വീട്ടിലുമാണ് റെയ്ഡ് നടന്നത്. രാവിലെ 8:30 കണ്ണൂരിലെ വീട്ടിൽ ഇഡി എത്തുന്നത്. രാവിലെ 5:30 പിണറായി വിജയന്റെ മകളുടെ ഭർത്താവ് കൂടിയായ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ഇഡി എത്തി. ഉച്ചയ്ക്ക് 2 മണി വരെ റെയ്ഡ് നീണ്ടുനിന്നു. ഈ റെയ്ഡിന് പിന്നിൽ ആരാണ്, എന്താണ് ഉദ്ദേശം? കേരള രാഷ്ട്രീയത്തിൽ വരുന്ന നാളുകളിൽ ഏറെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള വിഷയമാണ്. CPIM ഇപ്പോൾ തന്നെ ആരൊക്കെയാണ് പിറകിൽ കളിച്ചത് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ്സാണ്, BJP ആണ്, VD സതീശനാണ്, രാഹുൽ ഗാന്ധിയാണ്, BJPയുടെ നേതൃത്വമാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം കൃത്യമായും ആരോപിക്കുന്നുണ്ട്. CPIMന്റെ മുതിർന്ന നേതാവ്, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയ്ഡിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനം, മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം, ആ പ്രതികരണത്തിലും കൃത്യമായും വിരൽ ചൂണ്ടുന്നത് രാഹുൽ ഗാന്ധിയിലേക്കാണ്. എൻ്റെ വീട്ടിലേക്ക് ED കാരണമെന്ന് ആഗ്രഹിച്ചവർക്ക് തൃപ്തിയായില്ലേ എന്ന്. ഇത്തരമൊരു അന്വേഷണം നേരത്തെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ച് പറയുകയും ചെയ്യുന്നു. ദില്ലിയിലെ ഉദാഹരണമാണ് CPIM നേതാക്കൾ പറയുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ പരാതി നൽകിയത് കോൺഗ്രസ് ആയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതിനെ പിന്തുണച്ചത് കോൺഗ്രസ് ആയിരുന്നു. കേരളത്തിൽ CPIM നേതാക്കൾക്ക് എതിരെയും പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെയും എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല പിണറായി വിജയനെ എന്ന് ചോദിച്ചു വന്നതും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം റെയ്ഡ് നടന്നത് രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ്, കോൺഗ്രസും BJPയും അറിഞ്ഞുകൊണ്ടാണ് എന്ന CPIM ആരോപണത്തിന് ബലം നൽകുകയും ചെയ്യുന്നുണ്ട്. തള്ളിക്കളയാനും കഴിയില്ല. പക്ഷേ റെയ്ഡ് നടത്തിയതുകൊണ്ട്, ഈ സമയത്ത് റെയ്ഡ് നടത്തിയതുകൊണ്ട് എന്താണ് കോൺഗ്രസിന് ഗുണം, എന്താണ് BJPക്ക് ഗുണം? BJP കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത തലങ്ങളിലാണ് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല എന്നോർക്കണം. കേരളത്തിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവന്നത് BJP ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കൃത്യം ക്രോസ് വോട്ടുകൾ നടന്നിട്ടുണ്ട് 30 സീറ്റുകളിൽ എന്ന് കണക്കുകൾ നോക്കിയാൽ അറിയാം. എന്തിന് കേരളത്തിൽ UDFനെ, ഇന്ത്യയിൽ ആകെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJP എന്തിന് കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയാൽ മാത്രമേ BJPക്ക് കേരളത്തിൽ വളരാൻ കഴിയുകയുള്ളൂ എന്ന് കേരളത്തിലെ ജാതി സമവാക്യങ്ങൾ പരിശോധിച്ച് BJP തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതാണ് അവർ നടപ്പാക്കിയത്. എന്തായാലും BJPക്ക് BJPയുടേതായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. കോൺഗ്രസിനുമുണ്ട് ചില താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് VD സതീശന്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് പോകാം. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, BJPയുടെയും കോൺഗ്രസിൻ്റെയും തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര വേഗത്തിൽ UDF അധികാരത്തിൽ വന്ന് 10 ദിവസമാകുന്ന ഘട്ടത്തിൽ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എക്സാലോജിക് CMRL കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എങ്കിലും വലിയ രാഷ്ട്രീയ മാനമുണ്ട് ആ റെയ്ഡിന്. CPIMന്റെ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നിലവാരം, ജനപ്രീതി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ച് CPIMനകത്ത് പിണറായി വിജയന്റെ ജനപ്രീതിക്ക് ഇടിവ് തട്ടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വന്ന ഈ റെയ്ഡ് CPIM വലിയ ആയുധമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസും ആയുധമാക്കുന്നുണ്ട്. കാരണം വരുന്നുണ്ട് ഇതിലും വലുത് എന്ന് ഓർമ്മിപ്പിക്കാൻ.